ഇന്ത്യയെ പാഠപഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ചൊറിയാൻ തുടങ്ങിയ ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളിൽ അട്ടിമറിയും ഭീകരപ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന അമേരിക്കയുടെ, പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകളുടെ പിന്തുണ എല്ലാ കാലവും കിട്ടും എന്നുള്ള ഒരു മൂഢ സ്വപ്നത്തിലാണ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് താൽക്കാലിക ഭരണ സംവിധാനം. പതിറ്റാണ്ടുകളായി മതമൗലികവാദികൾ അഴിഞ്ഞാടുന്ന രാജ്യം തന്നെയായിരുന്നു ബംഗ്ലാദേശ്. ചില തട്ടിക്കൂട്ട് സംഘടനകളൊക്കെ നടത്തുന്ന സർവേകളിൽ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ വളരെ മുന്നിലുള്ള സ്ഥാനമായിരുന്നു ബംഗ്ലാദേശിന്. ജനസംഖ്യയിൽ 90% മതമൗലികവാദികൾ ഉള്ള ഒരു രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം. കാരണം അവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണല്ലോ നടക്കുന്നത്. അപ്പോൾ അവർ ഹാപ്പിയാകും, ഇൻഡെക്സിൽ വളരെ മുന്നിലെത്തുകയും ചെയ്യും. ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ബംഗ്ലാദേശ് മതമൗലികവാദികൾക്ക് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങുകയാണ്. തീവ്രവാദികൾക്കും മതമൗലികവാദികൾക്കും ഭീകരർക്കും അതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിത്തുടങ്ങുന്നത്. മ്യാൻമറിലെ അരക്കൻ ആർമി അതൊരു വിമതസേനയാണ്. ആ വിമതസേന ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്, ബംഗ്ലാദേശ് ആർമിയെ അടിച്ചോടിച്ചിട്ട്. മാത്രമല്ല അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കയറി വരികയുമാണ്. മാത്രമല്ല ഈ അരക്കൻ ആർമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ മതമൗലികവാദികളെന്ന് വെച്ചാൽ അതൊരു ഇസ്ലാമിസ്റ്റ് മതമൗലികവാദികളാണ്. അതുപോലെ തന്നെ മ്യാൻമാറിലുണ്ടായിരുന്ന റോഹിംഗ്യൻസും. ഈ റോഹിംഗ്യൻസിനെ അവിടുന്ന് അടിച്ചോടിച്ച ആൾക്കാരാണ് ഈ അരക്കൻ ആർമി. ഈ അരക്കൻ ആർമി റോഹിംഗ്യൻസിനെ അടിച്ചോടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സഹികെട്ടിട്ടാണ്. ഈ റോഹിംഗ്യൻ ഇസ്ലാമിക തീവ്രവാദികളുടെ അക്രമം സഹിക്കാൻ വയ്യാതെ അങ്ങേയറ്റം സഹിച്ചതിന് ശേഷമാണ് അവർ സംഘടിച്ചതും ബുദ്ധന്മാർ സംഘടിച്ചതും അവർ അരക്കൻ ആർമി രൂപീകരിക്കപ്പെടുന്നതും അതിനുശേഷം അവർ റോഹിംഗ്യൻസിനെ അവിടുന്ന് അടിച്ചോടിക്കുന്നതും. ഈ അരക്കൻ ആർമി രൂപീകരിക്കപ്പെട്ടത് ശരിക്കും റോഹിംഗ്യൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പം മ്യാൻമാറിലെ ആഭ്യന്തര കലാപം, അതായത് ശരിക്കും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഓങ് സാൻ സൂചിയെ തടവിലാക്കുകയും പട്ടാളം ഭരണം പിടിക്കുകയും ചെയ്തല്ലോ, അവരുടെ അടിച്ചമർത്തലുകളും പിന്നെ ഈ റോഹിംഗ്യൻസിൻ്റെ അക്രമവും, ഇത് രണ്ടും കൂടെ ചേർന്നാണ് അരക്കൻ ആർമി അതുപോലുള്ള വിമത സേനകളും അവിടെ രൂപീകരിക്കപ്പെട്ടത്. അതിലേറ്റവും പ്രബലമായത് അരക്കൻ ആർമിയാണ്. ഈ അരക്കൻ ആർമിയെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പേടി സ്വപ്നമായി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അരക്കൻ ആർമി ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ അത്രയും തന്നെ വലുതോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയതോ ആയിട്ടുള്ളൊരു വിമത സേനയായിട്ട് ഇപ്പം വളർന്നു വന്നിരിക്കുകയാണ് മ്യാൻമാറിൽ. മാത്രമല്ല അരക്കൻ ആർമിക്ക് അവർക്കും ഒരുപാട് ആയുധങ്ങളും പിൻബലവും എല്ലാം കിട്ടുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്. ഈ മ്യാൻമാറിലെ പട്ടാള അട്ടിമറി എന്ന് പറയുന്നത് പലപ്പോഴും ചൈനയുടെ പിന്തുണയോടെ നടന്നതാണെന്ന് മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അരക്കൻ ആർമിയുടെ പിന്നിലും ചൈനയുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ചൈന എന്ന് പറയുന്നത് ഒരു ചതിയൻ രാഷ്ട്രമാണല്ലോ. ഈ മ്യാൻമാറിലെ പട്ടാള അട്ടിമറിയുടെ പിന്നിൽ ചൈനയുണ്ടെന്ന് കേൾക്കുമ്പോൾ അതിൽ നമുക്ക് അരക്കൻ ആർമിയുടെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തിൽ തന്നെ ഒരു സംശയം വേണമെങ്കിൽ വയ്ക്കാം. കാര്യം അരക്കൻ ആർമിക്ക് ഇന്ത്യൻ ഏജൻസികളുടെ, അതായത് റോയുടെയൊക്കെ പിന്തുണയുണ്ടോ എന്നുള്ളത്. മ്യാൻമാറിലെ രാഖൈൻ പ്രവിശ്യയിലാണ് ശരിക്കും ഈ അരക്കൻ ആർമി ഉണ്ടായത്. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവൽ, പുള്ളി ഒരുപാട് കാലം മ്യാൻമാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഒക്കെ പുള്ളി വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കൊക്കെ വലിയ കാര്യവുമായിരുന്നു പുള്ളിയെ. പിന്നീട് കുറേ കാലം പുള്ളി തിരസ്കരിക്കപ്പെട്ട് കിടന്നുവെങ്കിലും പിന്നീട് NDA സർക്കാർ വന്നപ്പോൾ, മോഡി സർക്കാർ വന്നപ്പോൾ പുള്ളിയെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് നിയമിക്കുകയായിരുന്നല്ലോ. അജിത് ഡോവൽ വിചാരിച്ചാൽ ഇപ്പോഴും മ്യാൻമാറിൽ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും നടത്താൻ പുള്ളിക്ക് കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ അരക്കൻ ആർമിയുടെ ബംഗ്ലാദേശിലേക്കുള്ള അഡ്വാൻസ്മെൻറ്റ് കണ്ടിട്ട് അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചാൽ അത് സ്വാഭാവികമാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, ഉപദ്രവിക്കപ്പെടുന്നതും വധിക്കപ്പെടുന്നതുമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പല പരിമിതികളുണ്ട്. അവിടെ നേരിട്ട് പട്ടാളത്തെ കൊണ്ട് ഇടപെടാനോ അവിടെ കയ്യേറി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടോ. അപ്പോൾ നമുക്ക് വളഞ്ഞ വഴിയിലൂടെ മാത്രമേ പല കാര്യങ്ങളും അവിടെ ഇപ്പോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പോഴും അമേരിക്ക എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകളുടെ കയ്യിലാണ്. അവർ എങ്ങനെയൊക്കെ ഇന്ത്യയെ ഉപദ്രവിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷനിലെ തോൽവിയും കൂടെ അതിനുശേഷം ആ ഒരു ഇന്ത്യയോടുള്ള ദേഷ്യം വളരെയധികം കൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അമേരിക്കൻ സർക്കാർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ നേരിട്ടിടപെടണം, ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കണം. എങ്കിൽ ആ പേരിൽ ഇന്ത്യയുടെ മേൽ ഒരുപാട് സാങ്ഷൻസ് അടിച്ചേൽപ്പിക്കാനും അതിലൂടെ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും അവരുടെ ചെൽപ്പടിയിലേക്ക് കൊണ്ടുവരാനും പറ്റും എന്ന് തന്നെയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഇന്ത്യയെ പലപ്പോഴും ചൊറിയുന്നത്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ചൊടിപ്പിച്ച് ഒരു ആക്രമണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി ഇന്ത്യയെ ആക്രമിക്കുമെന്ന് വരെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സിനെ മറന്നേക്കുക, ഇതൊക്കെ ആ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ്.
ഈ തന്ത്രത്തിൽ വീഴാതിരിക്കുക എന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അരക്കൻ ആർമിയുടെ അഡ്വാൻസ്മെൻറ്റിൻ്റെ പിന്നിൽ ഇന്ത്യയുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരുന്നത്. പക്ഷേ അരക്കൻ ആർമിക്ക് ചൈനീസ് പിന്തുണയുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇവരിലൂടെ ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ സ്വാധീനം ഉണ്ടായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചോളം അതൊരു വലിയ ഭീഷണിയാണ്. ചൈനയെന്നല്ല, അമേരിക്കയായാലും മറ്റേത് രാജ്യമായാലും ഈ സമുദ്രമേഖലയിൽ, അതായത് ബേ ഓഫ് ബംഗാൾ മേഖലയിൽ അവരുടെ നേവൽ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. ലേറ്റസ്റ്റ് ന്യൂസുകൾ അനുസരിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരക്കൻ ആർമി ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി മാത്രമല്ല, ഇപ്പോൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്സിൻ്റെയും നിയന്ത്രണം അവരുടെ കയ്യിലായി എന്നാണ് അറിയാൻ പറ്റുന്നത്. മുൻപ് തന്നെ മണിപ്പൂരിൻ്റെ കുറേ ഭാഗവും മ്യാൻമാറിൻ്റെ കുറേ ഭാഗമൊക്കെ അടർത്തിയെടുത്ത് മറ്റൊരു രാജ്യം സ്ഥാപിക്കാനുള്ള നീക്കം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും അവരുടെ നാവികസേനയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ ബേ ഓഫ് ബംഗാളിൽ മാത്രമാണ് ഇല്ലാത്തത്. അതിനുവേണ്ടിയാണ് അവർ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അതിനുവേണ്ടിയായിരുന്നല്ലോ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് ഷേഖ് ഹസീനയോട് അമേരിക്കയ്ക്ക് കൈമാറാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപിൽ ഒരു നാവിക താവളം സ്ഥാപിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവർക്ക് ഈ മലാക്ക സ്ട്രേറ്റ്സിലൂടെയും ആൻഡമാൻ ദ്വീപിനടുത്തുകൂടെയൊക്കെ ഉള്ള ഈ കപ്പൽ ഗതാഗതത്തെയും ചരക്ക് നീക്കത്തെയൊക്കെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ കഴിയും. അവർക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു സ്വാധീനം ഉണ്ടാവുകയാണ്. ഇത് നമ്മുടെ സുരക്ഷയെയും ബാധിക്കും. കാരണം ബംഗാൾ ഉൾക്കടലിലാണല്ലോ നമ്മുടെ വെസ്റ്റ് ബംഗാളും പിന്നെ അതുപോലെ തന്നെ ഹാൽദിയ തുറമുഖവും വിശാഖപട്ടണമൊക്കെ ആ സൈഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു വിദേശ രാജ്യത്തിൻ്റെ താവളം വരുന്നത് നമ്മുടെ ഈ അറബിക്കടലിലും ഈ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ ഓഷനിലുള്ള ഇന്ത്യയുടെ സ്വാധീനത്തിനൊരു പ്രശ്നമാണത്. ഈ സെൻറ്റ് മാർട്ടിനും ചിറ്റഗോങ്ങും മണിപ്പൂരും പിന്നെ ആസാമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കൂടെ പിടിച്ചെടുത്ത് സോഗം എന്നൊരു രാജ്യം സ്ഥാപിക്കാനുള്ളൊരു പദ്ധതി അമേരിക്കയ്ക്ക് നേരത്തെ ഉണ്ട്. ഈ കാര്യം ഔദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചതോടുകൂടിയാണല്ലോ ഷെയ്ഖ് ഹസീനയ്ക്ക് സ്ഥാനഭ്രഷ്ടയാവേണ്ടി വന്നത് ബംഗ്ലാദേശിൽ നിന്നും. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വടവൃക്ഷത്തിൻ്റെ സംരക്ഷണയിൽ നിന്ന് എന്ന് നിങ്ങൾ പുറത്തു ചാടുന്നോ അല്ലെങ്കിൽ എന്ന് ഇന്ത്യയെ തള്ളി പറയുന്നോ അന്ന് നിങ്ങളുടെ ശനിദശ തുടങ്ങുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന വടവൃക്ഷത്തിൻ്റെ സംരക്ഷണയിൽ നിങ്ങൾ എന്ന് വരെ കഴിയുന്നോ അന്ന് വരെ നിങ്ങളുടെയൊക്കെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും, രാജ്യം സുരക്ഷിതവുമായിരിക്കും. പക്ഷേ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് എന്നാണോ മറ്റുള്ളവരുടെ പുറകെ അല്ലെങ്കിൽ ചൈനയുടെ പുറകെ പോകുന്നത്, അതോടുകൂടി ആ രാജ്യത്തിൻ്റെ ശനിദശ ആരംഭിക്കും എന്നത് തന്നെയാണ്. അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അതിലൊന്നാണ് ശ്രീലങ്ക. ശ്രീലങ്കൻ പ്രസിഡൻ്റായ അനുര കുമാര ദിസനായകെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇനി അങ്ങോട്ട് ഇന്ത്യക്ക് ഹാനികരമാകുന്ന ഒരു കാര്യവും ശ്രീലങ്കയിൽ ഉണ്ടാകില്ല, ശ്രീലങ്കയുടെ ഭാഗത്തുനിന്നല്ല, ഇന്ത്യക്കെതിരെ ഒരു പ്രവർത്തനവും ശ്രീലങ്കൻ മണ്ണിൽ നടത്താൻ സമ്മതിക്കില്ല എന്നാണ്. മുൻപ് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് ശ്രീലങ്ക ചൈനയുടെ പിന്നാലെ പോയി. അവരുടെ പ്രലോഭനങ്ങളിൽ വീണ് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങി അവസാനം ഹമ്പൻതോട്ട തുറമുഖം തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന കണ്ടീഷനിലെത്തി. രാജ്യം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലായി, അരാജകത്വമായി, കലാപമായി. അങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ എത്തിയപ്പോൾ വീണ്ടും സഹായിക്കാൻ ഇന്ത്യ മാത്രമേ ഉണ്ടായുള്ളൂ. അതുതന്നെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് എടുത്തു പറഞ്ഞത്. ആപത്തിൽ സഹായിക്കാൻ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞതിപ്പോൾ. ഇതുപോലെ തന്നെയായിരുന്നു മാലദ്വീപിൻ്റെ കാര്യവും. മുഹമ്മദ് മൊയ്സു ഇന്ത്യ ഔട്ട് എന്ന ഒരു ക്യാമ്പയിൻ നടത്തിയാണ് അവിടെ ഇലക്ഷനിൽ ജയിച്ചത്. ജനങ്ങളിൽ ഇന്ത്യ വിരുദ്ധ വികാരം കുത്തിവെച്ച് ജയിച്ചു. അതിനുശേഷം പുള്ളി നേരെ ചൈനയിലേക്ക് പോയി. അവിടെ ചെന്ന് ഷീ ജിങ് പിങ്ങിനെ കാണാൻ പോലും പുള്ളിക്ക് വളരെയധികം കാത്തിരിക്കേണ്ടി വന്നു. ദിവസങ്ങളോളം അവിടെ താമസിച്ചാണ് പുള്ളി അവസാനം ചൈനീസ് പ്രസിഡന്റിനെ കാണാൻ തന്നെ പറ്റിയത്. മാത്രമല്ല ചൈന മാലദ്വീപിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കടവും മാലദ്വീപിനുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് ചൈനയുടെ പിന്നാലെ പോയി. എന്ന് മാത്രമല്ല ഒടുവിൽ ചൈന അവരെ തിരിച്ച് പ്രതീക്ഷിച്ചതുപോലെ സഹായിച്ചുമില്ല, കൈയൊഴിയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കാരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിൽ വരെ മാലദ്വീപിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കാർ മാലദ്വീപിലേക്ക് ടൂർ പോകുന്നത് ഒഴിവാക്കാൻ തുടങ്ങി. ഒടുവിൽ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുടെ പിന്നാലെ വരുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുതന്നെയാണ് നാളെ ബംഗ്ലാദേശിനും സംഭവിക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ നേപ്പാളിനും ഇതേ ഗതി തന്നെ വരും. കാര്യം നേപ്പാളിന് ഇപ്പോൾ ചായ്വ് ചൈനയോടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമല്ലോ. അടുത്ത ഒരു വിഷയവുമായി ഉടനെ തന്നെ ഞാൻ എത്താം.